ഹിയറിംഗ് എയ്ഡ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്, അതായത് ഹിയറിംഗ് എയ്ഡ് എന്നുള്ള ശബ്ദങ്ങൾ കാരണം നമുക്ക് ഉണ്ടാകുന്ന കേൾവിക്കുറവ്. അങ്ങനെയൊക്കെ കേൾവിക്കുറവ് വരുമോ എന്ന് ചോദിച്ചാൽ യെസ്. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചില ബന്ധുക്കളൊക്കെ എബ്രോഡ് ആയിരിക്കും, പ്രത്യേകിച്ചും ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, മക്കളെ നീ അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഒരു ഹിയറിംഗ് എയ്ഡ് കൂടെ മേടിച്ചുകൊണ്ട് വരും, ഇവിടെ ഒരുപാട് പൈസയാണ്, അപ്പോൾ എനിക്കത് യൂസ് ചെയ്യാലോ. അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം. അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഹിയറിംഗ് എയ്ഡ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓഡിയോസിൻ്റെ കയ്യിൽ നല്ലാണ്ട് ഹിയറിംഗ് എയ്ഡ് മേടിച്ച് വെച്ച് യൂസ് ചെയ്യുന്ന ആളുകൾ, അവിടെയൊക്കെ ഇതിനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹിയറിംഗ് എയ്ഡ് നമ്മുടെ ചുറ്റിലുള്ള എല്ലാ ശബ്ദങ്ങളെയും പിക്ക് ചെയ്ത് വലുതാക്കി നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് തരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്കൊരു ഒരു 80 ഡെസിബൽ അല്ലെങ്കിൽ ഒരു 90 ഡെസിബൽ സൗണ്ടൊക്കെ അവർ അദ്ദേഹത്തിന് ഡിസ്കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ, അതേ ഒരു ഹിയറിംഗ് വെച്ച് അത്രയും വലിയ ശബ്ദങ്ങൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ആലോചിച്ച് നോക്കുക, ഒരു പ്രോഗ്രാമബിൾ ടൈപ്പ് അല്ലാത്തൊരു ഹിയറിംഗ് മേടിച്ച് വയ്ക്കുമ്പോൾ ഈ ഒരു ഹിയറിംഗ് ആ ഒരു ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്ത് വലുതാക്കി നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് തരും. അപ്പോൾ അതൊരു നോയ്സ് ആയിട്ട് മാറും. അങ്ങനെ ആ ഒരു ഒച്ച കാരണം നമുക്കൊരു കേൾവിക്കുറവ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഹിയറിംഗ് എയ്ഡ്സ് എല്ലാം ഒരാളുടെ അൺകംഫർട്ടബിൾ ലെവൽസ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ശബ്ദങ്ങളെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സോ ദാറ്റ് ആ ഒരു പരിമിതി കഴിഞ്ഞ് വരുന്ന ശബ്ദങ്ങൾ ഈ ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫൈ ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു കാരണമാണ്, ഇതൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു RCA രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഓഡിയോളിസ്റ്റിനെ പോയി അദ്ദേഹത്തിന്റെ പ്രസൻസിൽ വേണം ഈ പറയുന്ന ഹിയറിംഗ് എയ്ഡ് ചൂസ് ചെയ്യുക, ഹിയറിംഗ് എയ്ഡ് മേടിച്ച് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വിനയാകാനും സാധ്യതയുണ്ട്. ഓക്കെ, സോ യെസ്.